ദീപാലംകൃത ഫറോക്ക് പാലം ഇന്ന് വൈകിട്ട് നാടിന് മന്ത്രി മുഹമ്മദ് റിയാസ് സമർപ്പിക്കും. നാടും നാട്ടുകാരും ഇതിനെ ഏറെ ആഹ്ലാദത്തോടെ വരവേൽക്കുകയാണ്. ഫറൂഖിൽ നിന്നും ജോഷില ചേരുന്നുണ്ട്. ജോഷിലേക്ക്. കോഴിക്കോട് ഫറോക്ക് പഴയ പാലം ഇന്ന് ദീപാലംകൃതമായി നാടിന് സമർപ്പിക്കുകയാണ്. ദീപാലംകൃതമായി ഈ ഫറോക്ക് പാലം മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള ചിൽഡ്രൻസ് പാർക്ക്, അതുപോലെ തന്നെ സെൽഫി പോയിന്റുകൾ, അങ്ങനെ ഒരുപാട് മനോഹരമായ രീതിയിൽ ഫറോക്ക് പാലത്തെ ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ കണ്ട ഒരു പഴയ ഫറോക്ക് പാലമല്ല ഇപ്പോഴുള്ളത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഈ പാലം ദീപാലംകൃതമാക്കിക്കൊണ്ട്, സഞ്ചാരികളെ ആകർഷിക്കും വിധം ദീപാലംകൃതമാക്കിക്കൊണ്ട് ഫറോക്ക് പഴയ പാലം നാടിന് സമർപ്പിക്കുക. ഇത് കാണാൻ നേരത്തെ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സവിശേഷത കൂടി ഉണ്ടായിരുന്നു. ഫറോക്കിൻ്റെ അല്ലെങ്കിൽ ബേപ്പൂരിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ അത്തരത്തിൽ ടൂറിസത്തിനുണ്ടായ വലിയ വികസനം, അത് നാടിൻ്റെ തന്നെ ഒരു വലിയ വികസനമാക്കി മാറ്റാനുള്ള ശ്രമം അത് വളരെ വിജയകരമായി മാറുന്നു എന്നുള്ളതാണ്. നാടിനും നാട്ടുകാർക്കും അത് ഉപകാരപ്രദമായി മാറുന്നു. നാട്ടുകാരോട് നമുക്ക് ഈ ഫറോക്ക് പാലത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. ഏട്ടാ, എന്താണ് ഫറോക്ക് പാലത്തിന് സംഭവിച്ച ഒരു മാറ്റമുണ്ട്? ആ ഒരു പഴയ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ വരുന്ന സമയത്ത് ആരും വലിയ ശ്രദ്ധിക്കാതെ കുറേ ആളുകൾ, അതായത് എനിക്ക് തോന്നുന്നു സാമൂഹ്യമായി തന്നെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുടെ ഒരു കേന്ദ്രമായി, താവളമായി മാറിയിരുന്ന ഒരു പാലമായിരുന്നു. അതിപ്പോഴും ആളുകളെ ആകർഷിക്കുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് നാട്ടുകാരെന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ പാലത്തെ സംബന്ധിച്ചോളം ഒരു പഴയ രീതിയിലുള്ള അല്ലെങ്കിൽ ശോചനീയാവസ്ഥയിലുള്ള ഒരു പ്രോബ്ലം ഉള്ള ഒരു പാലമായിരുന്നു. ഭീതിജനകമായ ഒരു പാലം. ആ പാലത്തിന് വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി, അതിന് അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ പാലം നല്ല രീതിയിൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ, ജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ളാവുന്ന രീതിയിലുള്ള ഒരു തുറന്നു കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുകയാണ് ഇവിടെ ഫറോക്കിൽ. അത് ബേപ്പൂരിന് തന്നെ അല്ല, കേരളത്തിൻ്റെ മൊത്തം ടൂറിസം രംഗത്തുള്ള ഒരു മുഖച്ഛായത്തിൻ്റെ ഒരു മാറ്റമാണ്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം നിലയിലാണ് ഈ പാലം വരുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷവും, ജനങ്ങളെന്ന നിലയിൽ, നാട്ടുകാരെന്ന നിലയിൽ ഇവിടെ എല്ലാവരും ഇക്കാര്യത്തിൽ എല്ലാവരും നല്ല പിന്തുണയാണ്. മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനം വളരെ സന്തോഷകരമാണ്. ആ രീതിയിലുള്ള വലിയൊരു മാറ്റം തന്നെ ഈ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഈ ഭാഗത്ത്. ഞാനിവിടെ വന്നപ്പോൾ കണ്ടു ഏട്ടൻ സെൽഫി എടുക്കുന്നത്. സെൽഫി പോയിന്റ് കൂടി ഉണ്ട് ഇവിടെ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സെൽഫി പോയിന്റ് ഇവിടെ ഇവിടെ ഒരു കാലിയായിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സെൽഫി പോയിന്റ് വളരെ ഇതായിട്ടുണ്ട്. സന്തോഷമായി. എല്ലാവരും വൈകുന്നേരം ആകാൻ വേണ്ടി എല്ലാവരും നാട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മന്ത്രി ഇങ്ങനെ ഇവിടെ തന്നെ കേരളത്തിലെ ഫസ്റ്റ് ബ്രിഡ്ജ് ഇതന്നെ ഇങ്ങനെ ലൈറ്റിങ് ചെയ്യുന്ന മന്ത്രിക്ക് വലിയൊരു ബിഗ് സല്യൂട്ട്. അതാണ് പറയാനുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലമായി ഫറോക്ക് പാലം ഇന്ന് നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം ജനങ്ങൾക്കാകെ തന്നെ, പ്രത്യേകിച്ച് ഫറോക്കിലെ ജനങ്ങൾക്കാകെ തന്നെയുണ്ട്. നേരത്തെ ഒരു പഴയ പാലമായി ആരും ശ്രദ്ധിക്കപ്പെടാതെ നിന്നിരുന്ന, അപകടാവസ്ഥയിൽ നിന്നിരുന്ന ഒരു പാലമാണ്. ഇന്ന് അപകടാവസ്ഥയൊക്കെ തരണം ചെയ്ത് അതിനെ മാറ്റിമറിച്ചിരിക്കുന്നു. മാത്രമല്ല, ആ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അതിനെ വളരെ മനോഹരമാക്കി, അതായത് കുട്ടികളുടെ പാർക്കടക്കം സജ്ജീകരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇതിനോട് അനുബന്ധിച്ച് സോളാർ പാനൽ അടക്കം നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ഈ ദീപാലംകൃതമാക്കാൻ സോളാർ പാനലുകളടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നല്ലൊരു രീതിയിൽ, തികച്ചും ശാസ്ത്രീയമായി ആധുനിക സംവിധാനത്തോടു കൂടിയാണ് ഈ ഒരു പാലം നാടിന് സമർപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ കുറേ പേര് ഞങ്ങളെ കാത്തിവിടെ നിൽക്കുന്നുണ്ട്. അവരോട് ചോദിക്കാം, എന്താണ് പറയാനുള്ളത് ഈ ഒരു മാറ്റത്തെക്കുറിച്ച്? ബേപ്പൂർ മണ്ഡലത്തിൽ വലിയ വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടൂറിസം മേഖലയിലും വലിയ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ഏറ്റവും ഫറോക്കിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പാലമാണിത്. അത്രയും പഴക്കമുള്ളൊരു പാലമാണ്. ആ പാലം ഇപ്പോഴും നല്ല പുതുമയോടെ നിലനിർത്തുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഒരുപാട് ടൂറിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ലൈറ്റൊക്കെ വരുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ മൊത്തം തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഈ കേരളമാണ് ടൂറിസ്റ്റ് മേഖലയിൽ ഇപ്പം മികച്ചു നിൽക്കുന്നത്. അത് ഒന്നുകൂടി ഇപ്പം ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കും. ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് എന്താ വെച്ചാൽ, ഈ കേരളത്തിലുടനീളം തന്നെ പാലങ്ങളിൽ ഇങ്ങനെ തന്നെ ഈ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല അലങ്കാരം ഉണ്ടാക്കാനുള്ള ഇതാണ് നമ്മളെ MLA, ബേപ്പൂരിൻ്റെ MLA മന്ത്രിയായ മുഹമ്മദ് റിയാസ് നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്.
മന്ത്രി മുഹമ്മദ് റിയാസിന് ഒരു ബിഗ് സല്യൂട്ട്. അതെന്താ വെച്ചാൽ നാടിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു മാറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫറോക്ക് പാലം മാത്രമല്ല, സംസ്ഥാനത്താകെയുള്ള ഇത്തരത്തിലുള്ള പാലങ്ങളുടെ തന്നെ മുഖച്ഛായ മാറ്റാൻ പോവുകയാണ്. ഏകദേശം മാറ്റിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു ഉദ്ഘാടനം, സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് വൈകുന്നേരം ഇവിടെ നടക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ഫറോക്കിനും അതുപോലെ തന്നെ ബേപ്പൂരിനും ചരിത്രപരമായ പല കാര്യങ്ങളും നാടിനോട് പറയാനുണ്ട്. അത് നാട്ടുകാർക്ക് അറിയാം. അതൊക്കെ കാണാനായി സഞ്ചാരികൾ ഒരുപാട് നേരത്തെ തന്നെ വരാറുണ്ടായിരുന്നു. ആ സഞ്ചാരികളെ ആകർഷിക്കും വിധത്തിൽ അവർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കിക്കൊണ്ട് നേരത്തെ നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ നിന്നുള്ള നാട്ടുകാരൻ തന്നെ പറഞ്ഞതുപോലെ തന്നെ ടൂറിസ്റ്റ് മേഖലയിൽ വലിയൊരു വികസനം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഏറ്റവും സുരക്ഷിതമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയിലേക്ക് കേരളം മാറുന്നു എന്നുള്ളതാണ്. സഞ്ചാരികൾക്ക് ഭക്ഷണത്തിനായാലും അത്തരം എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങുന്നു. സുരക്ഷിതമാണ് കേരളം എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ ടൂറിസം വകുപ്പ് മാറുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ ഫറോക്ക് പാലം എന്നുള്ളതാണ്.